മേഘ, അങ്ങനെ 8.25 വർഷത്തെ അതിജീവിതയുടെ പോരാട്ടത്തിനൊടുവിൽ ഒരു സമൂഹം പറയുന്നു ഇപ്പോഴും അതാണ് അതിജീവിതയെ ആക്രമിച്ചതിന് ഗൂഢാലോചന ചെയ്ത ഒരു വ്യക്തി മറവിലുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 20 വർഷം വരെയുള്ള കഠിന തടവും പിന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തുകകളും. ശരിക്കും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പലരും പറയുന്നു 8ാം പ്രതിയായ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം, അപ്പോൾ സുനിയെ വെറുതെ വിടണമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. ചെയ്തവനും ചെയ്യിച്ചവനും എല്ലാം കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും കുറച്ചധികം ആൾക്കാരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പലരും വാദിക്കുന്നുണ്ട്. പക്ഷേ തെളിവ് നശിപ്പിച്ചു അല്ലെങ്കിൽ കൗണ്ടർ കേസുകൾ കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന കൃത്യമായ തെളിവുകളുണ്ട്. പ്രോസിക്യൂഷൻ ഇപ്പോഴും പറയുന്നുണ്ട് ദിലീപിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്, ദിലീപാണ് ജയിച്ചത് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പൂർണ്ണമായ നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതായത് ഈ കോടതിയിൽ ഇന്ന് അവസാനഘട്ട വിചാരണ വാദപ്രതിവാദങ്ങളുടെ ഒരു വലിയ പ്രഹേളികയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കോടതിയിൽ ഇപ്പോൾ പൾസർ സുനി അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അതായത് വിധിക്ക് മുമ്പ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പൾസർ സുനി അറിഞ്ഞിരുന്നില്ലേ അമ്മയുണ്ടെന്ന്? ഈ കൃത്യം ചെയ്യുന്നതിന് മുൻപ് അയാൾക്ക് അറിയാമായിരുന്നില്ലേ അയാൾക്കൊരു അമ്മയുണ്ടെന്നും പിടിക്കപ്പെട്ടാൽ അകത്ത് പോകുമെന്നും? പോട്ടെ, അവരൊരു സ്ത്രീയാണെന്നുള്ള ബോധ്യം അയാൾക്ക് ഉണ്ടാകണമായിരുന്നു. അത് അവസാനം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴല്ല, വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് എന്നുള്ള കാര്യം ബോധ്യം വരേണ്ടത്. മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രതിയുടെ വാദം ഞാൻ വായിക്കാം. 5ാമത്തെ പ്രതി സലീം പറയുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ അയാൾക്ക് ഈ വിഷമം ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇവരെല്ലാം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിക്കൂട്ടിൽ കയറി പൊട്ടിക്കരയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരെല്ലാം നേരിട്ട് കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഇവർക്കെല്ലാം പങ്കുണ്ടെന്ന് തെളിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ദിലീപിന്റെ കാര്യത്തിൽ തെളിഞ്ഞില്ല എന്ന് ഒരു ഭാഗത്തിന് വാദിക്കാം, തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും. അതെ, തീർച്ചയായും ഇതൊരു സെഷൻസ് കോടതി വിധിയാണ്. ഇനി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ അപ്പീൽ പോകുമ്പോൾ ദിലീപിന്റെ ഭാഗത്ത് പങ്കുണ്ടോ, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. എന്ത് തന്നെയായാലും ഇത്രയും പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ശക്തമായ തെളിവ് കോടതിക്ക് മുന്നിൽ. 1ാം പ്രതി പൾസർ സുനി, അദ്ദേഹത്തോട് അവസാനമായിട്ട് ചോദിച്ചപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മാർട്ടിൻ അതിവൈകാരികമായി, 2ാം പ്രതിയാണ്, പൊട്ടിക്കരഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു, രോഗികളായ മാതാപിതാക്കളുണ്ട്, ഒരു പെറ്റി കേസ് പോലും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് കോടതിയിൽ പറഞ്ഞത്. 3ാം പ്രതി മണികണ്ഠൻ, മറ്റു പ്രതികളുമായി ഒന്നും ആലോചിച്ചിട്ടില്ല, കൂടിയാലോചന നടത്തിയിട്ടില്ല, മനസ്സറിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല, ഭാര്യയും 2 മക്കളുമാണുള്ളത്, താൻ മാത്രമാണ് ആശ്രയം, തന്നോടും കുടുംബത്തോടും കോടതിക്ക് കനവ് തോന്നുന്നു. പക്ഷേ 4ാം പ്രതി പറയുന്നത് മറ്റൊരു കാര്യമാണ്. എന്റെ നാട് തലശ്ശേരിയാണ്, കണ്ണൂർ ജയിലിലേക്ക് തന്നെ അയക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതെ, എനിക്ക് പൊട്ടിക്കരയാനോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനോ തയ്യാറാകുന്നില്ല, എനിക്ക് ഇന്ന ജയിലാണ് ആവശ്യം എന്നാണ് പറയുന്നത്. 5ാം പ്രതി സലീം നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ട് എന്ന് പറയുന്നു. പ്രദീപ് കോടതിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഈ മാർട്ടിനൊക്കെ പൊട്ടിക്കരഞ്ഞു എന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? ലാലിന്റെ ഒരു ബൈറ്റ് ഉണ്ട്. അയാൾ വന്ന് വയറ്റി പിടിച്ചിങ്ങനെ ചാരുകസേരയിൽ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ PT തോമസിനോടാണ് അദ്ദേഹം പറയുന്നത് ഇവന് പങ്കുണ്ടെന്ന്. ലാലിന് പോലും അപ്പോൾ ആ ഘട്ടത്തിൽ തോന്നുന്ന തരത്തിലാണ് അയാൾ പെരുമാറിയിരുന്നത്. കൃത്യമായി ഇപ്പോൾ ഇതിന്റെ ഒന്നും ഗ്രാവിറ്റി അളക്കാൻ നമ്മൾ ആൾക്കാരല്ല, പക്ഷെ ഇതിൽ 6 പേരും തുല്യമായി കുറ്റം ചെയ്തിട്ടുണ്ട്. 6 അല്ല 10 വരെയുള്ള പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരം ശിക്ഷ ഇത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹൈക്കോടതിയിൽ പറയുന്നത് ഇത് അതിക്രൂര ബലാത്സംഗമല്ല എന്നാണ്. നിർഭയ കേസോടൊന്നും ഉപമിക്കരുത് എന്നാണ് പ്രതികളുടെ അഭിഭാഷകർ വാദിച്ചത്. അതായത് ഈ നേരിട്ട് ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണ്, മറ്റുള്ളവർ അതിന് ഭാഗവത്തായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ ഇത്തരത്തിൽ മൊഴികൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടില്ല എങ്കിൽ പിന്നെ ഇവരൊക്കെ എങ്ങനെ പ്രതികളായി എന്നുള്ളത്. പക്ഷെ 1000-ഓളം വരുന്ന വലിയൊരു വിധി പ്രസ്താവനയായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക്. എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനായെന്നുള്ള ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ഉത്തരം നമുക്ക് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെ ആയിട്ടൊക്കെ ലഭ്യമാകും എന്നാണ്
കരുതുന്നത്. മറ്റൊരു കാര്യം നോക്കൂ, അതിജീവിതയെ സംബന്ധിച്ച് ഇനി ഉപരിക്കോടതികളിലേക്ക് പോവുകയാണ്. ഇപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ദിലീപിൻ്റെ ഇൻ്റർവ്യൂകൾ, ദിലീപിൻ്റെ പ്രസ് മീറ്റുകൾ, ദിലീപ് വീണ്ടും 8.5 വർഷം ഒരു പെൺകുട്ടി അതിജീവിത നടത്തിയ പോരാട്ടം, അത് കാണാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് ഹണിയം വർഗീസ് ജഡ്ജി പറയുകയുണ്ടായി, സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്താൻ കഴിയില്ല, എക്സ്റ്റേണൽ പ്രഷറുകൾ എടുക്കില്ല, വിധിയെ പറ്റി വിമർശിച്ചോളൂ, ഹണിയം വർഗീസിനെ പറ്റി അന്വേഷിച്ചോളൂ. പക്ഷെ കോടതിയെ വിമർശിക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യത്തിന് മാധ്യമങ്ങൾക്കും ഈ പ്രചാരണം നടത്തുന്നവർക്കും എതിരെ എടുക്കുമെന്നുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള മെസ്സേജും കൊടുക്കുന്നുണ്ട് ഈ വിധിയിലൂടെ. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സമൂഹം ഇപ്പോഴും ഒരു പൊതുബോധമായിരിക്കുമോ മേഘയെ? ഒരു ഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ ദിലീപ് കുറ്റമുക്തനാകുന്നത് ഇത് കോടതിയാണ് നമ്മുടെ അവസാനത്തെ വാക്ക്, സെഷൻസ് കോടതിയല്ല. ഇനി അങ്ങോട്ട് പോയാലും ഇതിൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞു വരികയല്ലാതെ കൂടാതെ തെളിയിക്കാൻ പറ്റുമെന്നും നിയമവിദഗ്ധരാരും പറയുന്നില്ല. അപ്പോൾ ദിലീപ് കുറ്റമോചിതനാകുമ്പോൾ എല്ലാവരും പറയുന്നത് ദിലീപിൻ്റെ പണത്തിനും പവറിനും മേൽ ഇന്ത്യൻ നീതിന്യായ സംഹിതയുടെ ചെറിയൊരു ഘടകമായ കോടതികൾ പോലും വഴങ്ങിപ്പോയെന്നുള്ളതാണ്. പക്ഷെ നമ്മളിത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് നമ്മുടെ അന്തിമ വാക്കെന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. കോടതി പറഞ്ഞു ദിലീപ് തെറ്റുകാരനല്ല, അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴാണ് ചർച്ച ചെയ്യുന്നത്, അപ്പോൾ ഇത് നമ്മുടെ പൊതുബോധമാണോ? അതുകൊണ്ടാണോ? നമ്മൾ പേഴ്സണലിയും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് കെബിൻ, നമ്മളിത് പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇങ്ങനെ വൈകാരികമായി ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. നമ്മുടെ കാര്യമാണ് പറയുന്നത്. ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നീതിയുടെ ഭാഗത്ത് ചിന്തിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇതൊരിക്കലും പൊതുബോധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ദിലീപ് നിരപരാധിയായിരുന്നുവെങ്കിൽ ദിലീപിന് കയ്യും കെട്ടി നോക്കി നിന്നാൽ മാത്രം മതിയായിരുന്നു. ഇത്തരത്തിലുള്ള കൗണ്ടർ കേസുകൾ കൊടുക്കുന്നു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അല്ലാത്ത വെളുപ്പിക്കൽ പരിപാടികൾ നടത്തുന്നു. ഇതൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ മറ്റ് ബിഗ് സ്റ്റാർസ്, ബിഗ് ഗെയിംസ്, ഇവരൊന്നും ഇതിൽ ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഈ പറയുന്നത് പോലെ ദിലീപ് നിരപരാധിയായിരുന്നെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാമായിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ പോലീസ് സംവിധാനം എല്ലാം ശക്തമാണ്. ഇതിൽ മറ്റൊരു ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഉറപ്പായും പുറത്തു വന്നേനെ. ഇപ്പോൾ ദിലീപ് പോലും ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഈ 8 വർഷത്തെ കാലയളവ് ഇതിൽ ഉണ്ടായിരുന്നല്ലോ. മറ്റൊരു പ്രമുഖന്റെ കൈ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും പറയുന്നു ദിലീപ് അല്ലെങ്കിൽ മറ്റാര്, അതെ എല്ലാവരും ചോദിക്കുന്നത് മറഞ്ഞിരിക്കുന്നു ഇതിന് പിന്നിൽ. സത്യം പുറത്തു വരണ്ടേ? അദ്ദേഹം എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ച് ഇതിന്റെ പിന്നിൽ ഇത് കളികളെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് എന്ത് തന്നെയായാലും മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ എല്ലാവർക്കും സ്റ്റോക്കിംഗ് എബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും കുത്തിപ്പൊക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരും വിമർശനങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യും. അത്തരത്തിൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അത് വലിയ ചർച്ചകളായേനെ. ഇപ്പോൾ ലാലിന്റെ സ്വാധീനമടക്കം, ലാലിന്റെ പങ്കടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെയും ചർച്ച ചെയ്യപ്പെട്ടേനെ, പലതും പുറത്തു വന്നേനെ. പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർ ഇപ്പോൾ സീരിയൽ റേപ്പ് കേസുകൾ, പോക്സോ കേസുകളിൽ പല നടന്മാരും പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പുറത്ത് വന്നേനെ. ഇപ്പോൾ ദിലീപ് ഇത്രയധികം ആൾക്കൂട്ട വിചാരണയ്ക്കും അല്ലെങ്കിൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു. ദിലീപിന് ചെറുതോ വലുതോ ഭീകരമായ പങ്ക് ഇതിലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ കെബിൻ എന്താണ് പറയാനുള്ളത്? കൃത്യമായി മേഘ പറയുന്ന പോലെ ഒരു ഘട്ടത്തിൽ എനിക്കും ഒരു തോന്നലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മളുടെ പൊതുബോധമാണോ എന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും അരികവൽക്കരിക്കപ്പെട്ട നീതിക്ക് വേണ്ടി പോരാടുന്ന അതിജീവിക്കൊപ്പം തന്നെയാണ് എൻ്റെ സ്റ്റാൻഡുകളെല്ലാം തന്നെ എടുക്കുന്നതും അവൾക്കൊപ്പം തന്നെയാണ്. അതേപോലെ തന്നെ കേസിൻ്റെ മെറിറ്റുകളിലേക്ക് വരുമ്പോൾ കുറേ സംശയങ്ങൾ മനസ്സിൽ ഇപ്പോഴും അലട്ടുന്നുണ്ട്. ദിലീപ് ഒരു തരത്തിലും കുറ്റക്കാരനല്ല എന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ ചെറുതോ വലുതോ ആയ എന്തോ ഒരു ഏട് ദിലീപിൻ്റെ ഭാഗമായി ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പല മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ എൻ്റെ സീനിയറായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമപ്രവർത്തകരോട് ദിലീപുമായി ബന്ധിപ്പിക്കുന്ന പല ഘടകങ്ങളും പോലീസുകാർക്ക് എവിടേക്കോ മിസ്സായെന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ വരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ലൈനുകളാണ് അല്ലെങ്കിൽ പെർസ്പെക്ഷനാണ് ഇതിനെപ്പറ്റി വരുന്നത്. പക്ഷേ നമുക്കൊരു തോട്ട് പ്രോസസ്സ് തോന്നുമല്ലോ, അതായത് ദിലീപേട്ടൻ പാവാട, അതല്ലാതെ നമുക്ക് തന്നെ തോന്നുമല്ലോ തീയില്ലാതെ പുകയുണ്ടാവില്ല. എന്തുകൊണ്ട് ദിലീപ് ഇതിലേക്ക് വന്നു? 28ഓളം വരുന്ന സാക്ഷികളുടെ ഇത് മൊഴി മാറ്റി അദ്ദേഹം കാണിച്ച വെപ്രാളമാണെന്നൊക്കെ പലരും പറയുമ്പോഴും രണ്ടാമത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി,
അതിജീവിതയെ WCC അല്ലെങ്കിൽ അതിജീവിതയെ സിനിമകളിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അത്രയും പവർഫുൾ ആയിരുന്നു ദിലീപ്. അപ്പോൾ ദിലീപ് നിഷ്കളങ്കനാണെന്നൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അദ്ദേഹം കുറ്റവിമുക്തനാണോ എന്ന് ചോദിച്ചാൽ കോടതി പറഞ്ഞത് പ്രകാരം അദ്ദേഹം കുറ്റവിമുക്തനാണ്. അദ്ദേഹത്തെ കോടതിയെ അല്ലെങ്കിൽ കോടതിയുടെ വിധിയെ നമുക്ക് വേണമെങ്കിൽ വിമർശനത്തിനിരയാക്കാം. അല്ലാതെ അദ്ദേഹം കുറ്റവിമുക്തനായത് പിടിച്ചിന് തൂക്കി കൊല്ലാണെന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്.